വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പറ്റീഷനും വ്യത്യസ്തതയുമുള്ള ഈ ഒരു മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വ്യത്യസ്തത നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിരന്തരം നമ്മുടെ മേഖല ഏതാണെന്ന് നോക്കുക, അത് തീരുമാനിച്ചിട്ട് ആ മേഖലയിൽ നമ്മൾക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, നമ്മുടേതായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, നമ്മുടെ ഇതേ മേഖലയിൽ ഓൾറെഡി ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടാവും, കോമ്പറ്റീഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അവർ നമ്മളെ കീഴടക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്യൂർലി ഇത്രയേ ഉള്ളൂ. ഇത് മത്സരമുള്ള ഒരു ലോകമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യത്യസ്തതയുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ പുതുമയുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുക. അത് ജീവിതത്തിൽ നമ്മളുടെ ഒരു സ്വഭാവത്തിൻ്റെ, നമ്മുടെ പ്രവർത്തന രീതിയുടെ ഒരു കൾച്ചറാക്കിയിട്ട് അത് മാറ്റിയെടുക്കുക. ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഈ മനോബലം ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ജനറേറ്റ് ചെയ്ത് വരും. നമ്മൾ അതിനെ, ആ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഈ ലോകം, ഇതിൽ ഞാൻ വിജയം അർഹിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി രൂപത്തിലൊക്കെ പരിശ്രമിച്ചേ പറ്റൂ എന്നുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ മുന്നോട്ട് പോകുക.